1999 ഡിസംബർ 24 ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു നാടെങ്ങും. അന്ന് വൈകുന്നേരം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടാനായി റൺവേ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന വിമാനം. വൈകുന്നേരം 4 മണിക്ക് റൺവേയിൽ നിന്നും പറന്നു വരുമ്പോൾ പതിവ് വിമാനയാത്രയിൽ നിന്ന് വിരുദ്ധമായി ഒന്നും തന്നെ IC-814ലെ യാത്രക്കാരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ 1.5 മണിക്കൂറിന്റെ ഷോർട്ട് ടേം ഫ്ലൈറ്റായി കാഠ്മണ്ഡുവിൽ നിന്നും പുറപ്പെട്ട വിമാനം ഇന്ത്യയിലെത്തിയില്ല. പക്ഷെ തുടർന്നുള്ള 7 ദിവസം രാജ്യത്തെയും ലോകത്തെയും മുൾമുനയിൽ നിർത്തിയ വിമാന റാഞ്ചലിന്റെ തുടക്കമായിരുന്നു ആ ടേക്ക് ഓഫ്. കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ കഥയറിയാം. 1999 ഡിസംബർ 24 വെള്ളിയാഴ്ച നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന വിമാനം. ടേക്ക് ഓഫ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനം ഇന്ത്യൻ അതിർത്തിയായ ലക്നൌവിന് മുകളിലെത്തി. പൈലറ്റുമാർക്ക് ചായ നൽകി കോക്പിറ്റിൽ നിന്നും പുറത്തിറങ്ങിയായിരുന്നു ചീഫ് സ്റ്റുവർട്ട് അനിൽ ശർമ്മ. എന്നാൽ പുറത്തിറങ്ങിയ ശർമ്മ കണ്ടത് ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ഗ്രനേഡുമായി നിൽക്കുന്ന ഒരാളെയായിരുന്നു. ശർമ്മയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയ അയാൾ കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ അലറി. കോക്പിറ്റിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ആയുധധാരിയെ കണ്ട് ക്യാപ്റ്റൻ ദേവി ശർമ്മയും ഫസ്റ്റ് ഓഫീസർ രാജേന്ദ്ര സിംഗും ഫ്ലൈറ്റ് എഞ്ചിനീയർ ജാഗിയും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പരസ്പരം നോക്കി. വിമാനം പടിഞ്ഞാറേക്ക് പറത്താൻ അയാൾ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു. ഇതോടെ തങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ക്യാപ്റ്റൻ ശരണിന് മനസ്സിലായി. ലക്ഷ്യം പാകിസ്ഥാനിലെ ലാഹോർ ആണെന്നും. എന്നാൽ കാർഗിൽ യുദ്ധം അവസാനിച്ച് മാസങ്ങൾ മാത്രമായതിനാൽ പാകിസ്ഥാനിലേക്ക് പറക്കുന്നത് ഉചിതമാകില്ല എന്ന് ക്യാപ്റ്റന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹൈജാക്കർമാരിൽ ഒരാൾ ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്യാബിനിൽ യാത്രക്കാരെ ഗൺ പോയിന്റിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ബാക്കി 4 പേർ. അങ്ങനെ വൈകുന്നേരം 4:40 ക്യാപ്റ്റൻ ശരണിന്റെ സന്ദേശം ഇന്ത്യയിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിലെത്തി. അങ്ങനെ ലോകമാ വാർത്തയറിഞ്ഞു, ഇന്ത്യൻ എയർലൈൻസ് IC-814 ഹാസ് ബീൻ ഹൈജാക്ട്. ഇന്ധനം തീരാറായതിനാൽ ലാഹോറിലേക്ക് പറക്കാനാകില്ലെന്ന് ക്യാപ്റ്റൻ തന്റെ മുന്നിലെ ഹൈജാക്കറോട് പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഇറങ്ങാനായാൽ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടുമെന്ന് ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് ഇന്ത്യൻ അതോറിറ്റിക്ക് കഴിയുന്നത്ര സമയം കൊടുക്കാനായി ക്യാപ്റ്റൻ ശരൺ വിമാനത്തിന്റെ വേഗത കഴിയുന്നത്രയും കുറച്ചാണ് ഫ്ലൈ ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭയം ഹൈജാക്കർമാർക്കും ഉണ്ടായിരുന്നിരിക്കണം. ഇന്ത്യയിൽ നിന്നും വിമാനം പുറത്തേക്ക് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിച്ചതും ഈ ഭയം തന്നെ ആയിരിക്കണം. പക്ഷേ ഹൈജാക്കർമാരുടെ ആവശ്യം ഭീഷണിയായി മാറിയപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ ക്യാപ്റ്റൻ ലാഹോറിലെ ATCയോട് ലാൻഡിംഗ് ക്ലിയറൻസിന് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അനുമതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ലാഹോറിലെ എയർ സ്പേസ് ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തു. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് വിമാനത്തിലെ ഫ്യൂവൽ ഏതാണ്ട് കഴിയാറായിരുന്നു. ലാഹോറിൽ ഇറങ്ങാനുള്ള അനുമതി ലഭിക്കാത്തത് കൊണ്ടും അടിയന്തരമായി വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കേണ്ടത് കൊണ്ടും ഏറ്റവും അടുത്ത എയർപോർട്ടിൽ ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഇക്കാര്യം പൈലറ്റുമാർ ഹൈജാക്കർമാരോട് അറിയിച്ചു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഇന്ധനം നിറച്ച് ഉടനെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാമെന്ന പൈലറ്റിന്റെ ഉറപ്പിന്മേൽ ലാഹോറിൽ നിന്നും 50 കിലോമീറ്റർ കിഴക്കുള്ള ഇന്ത്യൻ സിറ്റിയായ അമൃത്സറിൽ വിമാനം ഇറക്കാൻ ഹൈജാക്കർമാർ സമ്മതം നൽകി. എന്നാൽ അമൃത്സറിൽ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കുമെന്ന് കരുതിയ ക്യാപ്റ്റന് തെറ്റി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടേണ്ടുന്ന സർക്കാരിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് ഒന്നും ചെയ്യാനായില്ല. വിവരം ലഭിച്ച് 1.5 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി പോലും ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. ഇതിനിടയിൽ എക്കോണമി ക്ലാസ്സിലെ യാത്രക്കാരിൽ നിന്നും 8 പേരെ ഹൈജാക്കർമാർ ബലം പ്രയോഗിച്ച് എക്സിക്യൂട്ടീവ് ക്യാബിനിലേക്ക് മാറ്റുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 6:45 IC-814 അമൃത്സറിൽ ലാൻഡ് ചെയ്തു. ഇന്ത്യൻ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു ലോക്കൽ ടീമിനെ താൽക്കാലിക നടപടികൾ നേരിടാൻ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ അമൃത്സറിലെ പഞ്ചാബ് ഫോഴ്സിന് വിമാനത്തെ സമീപിക്കാൻ അവർ അനുവാദം നൽകിയില്ല. ഡൽഹിയിൽ നിന്നും NSG കമാൻഡോകൾ എത്തുന്നതുവരെ ലോക്കൽ ഫോഴ്സിനോട് ക്ഷമിക്കാനായിരുന്നു അവരുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് പോലീസ് കമാൻഡോ ഡിപ്പാർട്ട്മെന്റിന് വിമാനത്തെ വീണ്ടും പറക്കാൻ അനുവദിക്കാതെ പിടിച്ചിടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണായത്. ഫ്യൂൽ ടാങ്കർ വിമാനത്തിനടുത്തേക്ക് പോകുന്നത് വൈകിപ്പിക്കുക മാത്രമായിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ സന്ദേശം ടാങ്കറിൽ എത്തുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പം എന്തോ അപകടം വരാൻ പോകുന്നുവെന്ന് കോക്പിറ്റിനുള്ളിലെ ഹൈജാക്കർമാർക്ക് സൂചന നൽകി. ഫ്യൂവലിംഗിൽ വരുന്ന കാലതാമസവും വേഗത്തിൽ വന്ന ടാങ്കർ പെട്ടെന്ന് നിന്നതും സംശയം ഇരട്ടിപ്പിച്ചു. രംഗം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അടിയന്തരമായി വിമാനത്തിൽ ഇന്ധനം നൽകണമെന്ന് ATCയോട് അഭ്യർത്ഥിച്ചു. പക്ഷേ വിമാനത്തിനടുത്തേക്ക് ടാങ്കർ വിടാൻ അവർ തയ്യാറായില്ല. തങ്ങൾ ചതിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ തീവ്രവാദികൾ അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചു. എത്രയും പെട്ടെന്ന് വിമാനം തിരികെ ലാഹോറിലേക്ക് പറത്താൻ ആവശ്യപ്പെട്ട ഹൈജാക്കേഴ്സ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിമാനത്തിലെ എല്ലാവരെയും കൊല്ലുമെന്നും ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി. ഭീഷണിയുടെ തീവ്രത കൂട്ടാനായി നേരത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് മാറ്റിയ യാത്രക്കാരിൽ ഒരാളായ റുപിൻ കാട്ടിയാലിനെയും ഒപ്പം വരുന്ന മറ്റൊരാളിനെയും കത്തികൊണ്ട് നെഞ്ചത്ത് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എത്ര നേരം തന്റെ വിമാനത്തെ എയറിൽ സസ്റ്റെയിൻ ചെയ്യാനാവും എന്നുപോലും അറിയാതെ ക്യാപ്റ്റൻ ശരൺ വിമാനത്തെ വീണ്ടും റൺവേയിലേക്ക് ഓടിച്ചു. രാത്രി 7:49 വിമാനം അമൃത്സറിന്റെ ആകാശത്തിലേക്ക് ഉയർന്നു. ഡൽഹിയിൽ നിന്നെത്തിയ NSG കമാൻഡോകൾ അപ്പോഴും സ്ഥലത്തെത്തിയിരുന്നില്ല. ക്യാപ്റ്റൻ ശരൺ അമൃത്സറിലെ കൺട്രോൾ ടവറിലേക്ക് തന്റെ അവസാനത്തെ സന്ദേശം അയച്ചു. അതിങ്ങനെയായിരുന്നു:
ഞങ്ങളെല്ലാം മരിക്കാൻ പോവുകയാണ്, വിമാനം ലാഹോറിലേക്ക്. എന്നാൽ അമൃത്സറിലേക്കാൾ ദുഷ്കരമായിരുന്നു പാകിസ്ഥാനിൽ IC-814 നേരിടേണ്ടി വന്ന അനുഭവം. കാർഗിലിൽ ഇന്ത്യയോടേറ്റ ദയനീയ പരാജയം പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു. കിട്ടിയ അവസരം അവർ മുതലാക്കി. ലാഹോറിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണമെന്ന ക്യാപ്റ്റൻ ഷെറിന്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ തള്ളി. ഒപ്പം ലാഹോർ എയർപോർട്ടിന്റെ നാവിഗേഷൻ ലൈറ്റുകളും റൺവേ ലൈറ്റുകളും ഉൾപ്പെടെ എല്ലാ വെളിച്ച സംവിധാനങ്ങളും അധികൃതർ ഓഫ് ചെയ്യുകയും ചെയ്തു. ഇതേ സമയം തന്നെ വിമാനത്തിന്റെ 2 ഇന്ധന ടാങ്കുകളുടെ റിസർവ് ലൈറ്റുകളും തെളിഞ്ഞു. ഇന്ധനം ഏതാണ്ട് കഴിയാറായി എന്ന് വ്യക്തം. ഗത്യന്തരമില്ലാതെ രണ്ടും കൽപ്പിച്ച് വിമാനം നിലത്തിറക്കാൻ തന്നെ ക്യാപ്റ്റൻ ഷെറിൻ തീരുമാനിച്ചു. ഒടുവിൽ മുന്നിൽ നീണ്ടു നേർത്ത് കാണപ്പെട്ട വെളിച്ചം റൺവേ ആണെന്ന് ഉറപ്പിച്ച് ലാൻഡ് ചെയ്യാനായി ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴ്ത്തി. എന്നാൽ വളരെ അടുത്തെത്തിയപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം കോ പൈലറ്റിന്റെ വാക്കുകളിലൂടെ ശരണിന് മനസ്സിലായത്. പാകിസ്ഥാനിലേതോ തിരക്കേറിയ റോഡിലേക്കാണ് റൺവേ ആണെന്ന് കരുതി ശരൺ വിമാനം ഇടിച്ചിറക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ സംയമനം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനത്തിന്റെ നോസ് വീണ്ടും ഉയർത്തി. തലനാരിക വ്യത്യാസത്തിൽ വിമാനം ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ടു. വിമാനത്തിന്റെ ആൾട്ടിറ്റ്യൂഡ് വളരെ കുറവാണെന്നും ഏത് നിമിഷവും അത് തങ്ങളുടെ മണ്ണിൽ തകർന്നു വീഴുമെന്നും മനസ്സിലാക്കിയ പാകിസ്ഥാനി അധികൃതർ ഒടുവിൽ ലാഹോറിലെ റൺവേ തുറന്ന് വിമാനത്തിന് ലാൻഡിംഗ് ക്ലിയറൻസ് നൽകി. ലാഹോറിൽ ഇറങ്ങുമ്പോഴേക്കും IC-814 വലത് എഞ്ചിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ക്യാബിനിൽ കുത്തേറ്റ് വീണ രുബിൻ കട്ടിയാലിന്റെ ആരോഗ്യനില അപ്പോഴേക്കും ഗുരുതരമായിരുന്നു. പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകണമെന്ന് എയർപോർട്ട് അതോറിറ്റിയോട് അഭ്യർത്ഥിച്ചെങ്കിലും വിമാനത്തിന് ആവശ്യമായ ഇന്ധനം നൽകുന്നതിനപ്പുറം വിമാനത്തിൽ നിന്ന് ഒരാളെ പോലും പുറത്തുനിന്ന് ഒരു സഹായവും വിമാനത്തിനുള്ളിലേക്കോ നൽകാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെ എയർ സ്പേസിൽ നിന്നും വിമാനം എത്രയും പെട്ടെന്ന് പറഞ്ഞുവിട്ട് കൈ കഴുകാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. അങ്ങനെ 2.5 മണിക്കൂറുകൾക്ക് ശേഷം IC-814 വീണ്ടും ആകാശത്തിലേക്ക് ഉയർന്നു. വിമാനം വീണ്ടും പൂർണ്ണമായും തങ്ങളുടെ പരിധിയിലാണെന്ന് ഉറപ്പിച്ച തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കാബൂളിൽ നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ല എന്ന അറിയിപ്പിനെ തുടർന്ന് അവർ കാബൂൾ ഉപേക്ഷിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ ദുബായ് തെരഞ്ഞെടുത്തു. എന്നാൽ ദുബായിലേക്കുള്ള യാത്രാമധ്യേ രക്തം വാർന്ന് റുബിൻ കട്ടിയാൽ മരിച്ചിരുന്നു. ദുബായിൽ തങ്ങളുടെ വിമാനം എത്തിയ വിവരം പറഞ്ഞ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ വെച്ച് NSGക്ക് ഒരു കമാൻഡ് ഓപ്പറേഷൻ നടത്താൻ UAE ഭരണകൂടത്ത് അനുവാദം ചോദിച്ചെങ്കിലും ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ UAE അധികൃതരും ഹൈജാക്കർമാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി 27 യാത്രക്കാരെ ദുബായിലെ അൽമിനാദ് എയർബേസിൽ റിലീസ് ചെയ്യാൻ തീരുമാനമായി. ഒപ്പം മരിച്ച കട്ടിയാലിന്റെ മൃതദേഹവും അവർ പുറത്തുവിട്ടു. കാര്യങ്ങളുടെ ഗൗരവം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയും അതുവഴി കൂടുതൽ മീഡിയ എക്സ്പോഷർ നേടുകയുമായിരുന്നു റാഞ്ചികളുടെ ലക്ഷ്യം. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ റിലീസായ യാത്രക്കാർ എയർപോർട്ടിന്റെ അറൈവൽ ടെർമിനലിലേക്ക് പോകുമ്പോൾ ബാക്കി യാത്രക്കാരെയും കൊണ്ട് IC-814 വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. രാത്രി മുഴുവൻ വടക്ക് ദിശയിലേക്ക് പറന്ന വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട് 18 മണിക്കൂർക്ക് ശേഷം ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ താലിബാൻ ഭീകര സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറങ്ങി. താലിബാൻ തീവ്രവാദികൾ വിമാനം വളഞ്ഞു. വീണ്ടും ഇന്ധനം നിറച്ച് വിമാനം പറത്താൻ ഹൈജാക്കർമാർ ആവശ്യപ്പെട്ടെങ്കിലും വിശദമായൊരു എഞ്ചിനീയറിംഗ് ഇൻസ്പെക്ഷൻ നടത്താതെ ഇനി ഫ്ലൈ ചെയ്യുന്നത് സേഫ് അല്ലെന്ന് പൈലറ്റ് തീർത്ത് പറഞ്ഞതിനാൽ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് 4 ദിവസം വിമാനം കാണ്ഡഹാറിൽ നിന്നും ഉയർന്നില്ല. അപ്പോഴേക്കും ഈ സംഭവം ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. സ്വന്തം മണ്ണിൽ വെച്ച് തങ്ങളുടെ വിമാനം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും തിരികെ പിടിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയ ഇന്ത്യയുടെ പിടിപ്പുകേടിനെ ലോകം പരിഹസിച്ചു. ഇതെല്ലാം ഹൈജാക്കർമാരുമായി ചർച്ച നടത്താൻ ഇന്ത്യൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം കൂട്ടി. ഒടുവിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി 1999 ഡിസംബർ 27 ഇന്ത്യ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിനെ കാണ്ഡഹാറിലേക്ക് അയച്ചു. അങ്ങനെ ഇന്ത്യൻ സംഘം തീവ്രവാദികളുമായി ചർച്ച നടത്താൻ തുടങ്ങി. ഏകദേശം 30 മണിക്കൂറുകളുടെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യൻ സംഘത്തിന് റാഞ്ചികളുടെ ഡിമാൻഡുകളുടെ ആദ്യ ലിസ്റ്റ് ലഭിച്ചു. ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 35 കൊടും ഭീകരരെ മോചിപ്പിക്കാനും ഒപ്പം $200 മില്യൺ മോചനദ്രവ്യമായും റാഞ്ചികൾ ആവശ്യപ്പെട്ടു. താലിബാൻ ഇടപെട്ട് മൗലാന മസൂദ് അസർ, മുഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നീ 3 ഭീകരരുടെ മോചനത്തിലേക്ക് റാഞ്ചികളുടെ ആവശ്യങ്ങൾ ചുരുക്കി. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വിമാനത്തിനുള്ളിലേക്ക് ആ വാർത്തയെത്തി. ഇന്ത്യൻ ഗവൺമെന്റ് തീവ്രവാദികളുടെ ആവശ്യങ്ങൾ നിരുപാധികം അംഗീകരിച്ചിരിക്കുന്നു. മുഷ്താഖ് അഹമ്മദ് സർഗാർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മൗലാന മസൂദ് അസർ എന്നീ 3 കൊടും ഭീകരരെ നിരുപാധികം വിട്ടയക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഉത്തരവിട്ടു. ഉടൻ തന്നെ അവരെ ഡൽഹിയിൽ നിന്നും കാണ്ഡഹാറിലേക്ക് എത്തിച്ചു. തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വണ്ടിയിൽ ഹൈജാക്കർമാരും ഭീകരന്മാരും ഒരു ഭരണകൂടത്തെ തന്നെ ഇളിഭ്യരാക്കി കടന്നുപോയി. ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെയും പ്രതിരോധത്തെയും എല്ലാം നോക്കുകുത്തിയാക്കി നടന്നുപോയ ഈ ഭീകരർ ആരാണെന്ന് അറിയുമ്പോഴാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാകുന്നത്. 1968 പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ ജനിച്ച മസൂദ് അസറിന്റെ പേര് ആദ്യമായി ഇന്ത്യക്കാർ കേൾക്കുന്നത് 1994 കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പോർച്ചുഗീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ കടന്നുകയറിയ ഇയാളെ ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അസർ ഒരു പാക് പത്രപ്രവർത്തകനാണെന്നും അദ്ദേഹത്തെ വെറുതെ വരണമെന്നും ആവശ്യമുന്നയിച്ച് പാകിസ്ഥാൻ മുൻപോട്ട് വന്നെങ്കിലും ഇന്ത്യ അതിന് തയ്യാറായില്ല. 6 വർഷത്തോളം ഇയാൾ ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചു.
മസൂദ് അസറിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്രവാദികൾ കശ്മീരിലെത്തിയ 6 വിനോദസഞ്ചാരികളെ തടവിലാക്കി. എന്നാൽ ഇത് പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യയിൽ നിറക്കിയ കാണ്ഡഹാർ വിമാനറാഞ്ചൽ അരങ്ങേറുന്നത്. 1999 സ്വതന്ത്രനാക്കപ്പെട്ട അസർ അതിനുശേഷം രൂപീകരിച്ച തീവ്രവാദ സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ചാവേർ ആക്രമണ രീതി കാശ്മീരിൽ ആദ്യം പരീക്ഷിച്ചത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. കശ്മീരി യുവാക്കളെയും സംഘടനയിൽ ചേർത്തു. 2 ദശകത്തിനിടെ ഇന്ത്യയിൽ 35-ലേറെ ഭീകരാക്രമണങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് നടത്തിയത്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം മുതൽ 2019 പുൽവാമ ആക്രമണം വരെ ഇന്ത്യയിൽ നടന്ന എല്ലാ പ്രധാന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും അസറും ജെയ്ഷെ മുഹമ്മദും ഉണ്ടായിരുന്നു. ലോകത്തെ നടുക്കിയ സെപ്റ്റംബർ 11 അമേരിക്കൻ ആക്രമണത്തിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായിരുന്നു അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്. പാക് അധിനിവേശ കശ്മീരിലെ തീവ്രവാദ ട്രെയിനിംഗ് ക്യാമ്പുകളുടെ മുഖ്യ നടത്തിപ്പുകാരനാണ് മുഷ്താഖ് അഹമ്മദ് സർഗാർ. എല്ലാം കെട്ടടങ്ങി 2000 ആണ്ട് ജനുവരിയിൽ IC-814 വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. വാജ്പേയി സർക്കാരിന്റെ ജനപ്രീതി അപ്പോഴേക്കും കുറഞ്ഞിരുന്നു. പിൽക്കാലത്ത് പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന NK സിംഗിന്റെ സഹോദരിയുടെ ഭർത്താവായിരുന്ന ശശിഭൂഷൺ സിംഗ് തോമർ വിമാനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു കമാൻഡോ ഓപ്പറേഷൻ റിസ്ക് ഇന്ത്യ എടുക്കാതിരുന്നത്. ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു വഴിയും കാണാതെയാണ് വാജ്പേയി സർക്കാർ തീവ്രവാദികളുടെ ആവശ്യത്തിന് വഴങ്ങിയെന്ന് ന്യായീകരിക്കുമ്പോഴും അന്ന് വിട്ടയച്ചവരിൽ നിന്നും പിൽക്കാലത്ത് ഇന്ത്യക്കുണ്ടായ പ്രഹരം ആ ന്യായീകരണത്തെ അപ്പാടെ അസാധുവാക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കഴിവുകേടും ജാഗ്രത കുറവും തുറന്നുകാട്ടിയ സംഭവമായി കാണ്ഡഹാർ ഹൈജാക്ക്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.